മെയ് മാസം 15-ാം തീയതി ക്രിസ്തു വർഷം 2024 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവകൃപയ്ക്കായിട്ട് സന്ദേശത്തിനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു, നന്ദി പറയുന്നു. ഏവർക്കും ക്രിസ്തു യേശുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യേശുവാണ് തൻ്റെ ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിൽ 14-ാം വാക്യത്തിൽ ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്മാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു. അതിൽ ശിമയോൻ പത്രോസാണ് യേശു ആരാണ് എന്ന് ഉത്തരം പറയുന്നത്. 12 പേരിൽ ഒരാൾ അതിന് ഉത്തരം പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ 16-ാം വാക്യത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിലെ വെളിപ്പാട്. നീ എന്ന് പറഞ്ഞാൽ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. 17-ാം വാക്യം യേശു അവനോട് ബർയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ക്രൈസ്തവ വിശ്വാസികളടങ്ങുന്ന ആ കൂട്ടമാണ് സഭ. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുരക്ഷതയ്ക്കുള്ള, ബലത്തിനുള്ള, പ്രത്യാശയ്ക്കുള്ള വചനം ഇതാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. യേശുവിൻ്റെ സഭയെ യേശു പണിയും. ഇതാണ് അത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിൻ്റെ 19-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതും ഒക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു. അതിന് കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവും ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഞങ്ങളുടെ പിതാവായ ദൈവമായിരിക്കാൻ തന്നെ അവിടുത്തെ പദ്ധതിയിലെ വിവിധ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടങ്ങളെ മനസ്സിലാക്കാൻ, ഇസ്രായേലിനെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും അവിടുത്തെ പദ്ധതി മനസ്സിലാക്കുവാൻ അടിയങ്ങളെ ഇന്നത്തെ ദൈവവചന പഠനം കാരണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും. അതുമാത്രമല്ല, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, നിനക്ക് ഇത് എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സഭ എന്നുള്ളത് അത് സുസ്ഥിരമാണ്. അത് പണിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. സഭയുടെ നിലനിൽപ്പും അതിൻ്റെ അന്ത്യത്തിൽ നിന്നുള്ള നിത്യമായ ആരംഭവും അത് യേശു ക്രിസ്തു ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്നാൽ നമ്മൾ ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് യെശയ്യാപ്രവചനം 66-ാം അധ്യായത്തിൻ്റെ യെശയ്യാപ്രവചനം അതിൻ്റെ 66-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ അധ്യായം അതിൻ്റെ
22 നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 66 അധ്യായം അതിൻ്റെ 22 ഇവിടെ ദൈവമാണ്, യഹോവയായ ദൈവമാണ് ഇവിടെ സംസാരിക്കുന്നത്. പ്രവാചകനിലൂടെ സംസാരിക്കുകയാണ്. പ്രവാചകനോട് പറയുകയാണ്, ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവം ഉണ്ടാക്കിയ തൻ്റെ ഭൂമിയും പുതിയ ആകാശവും പുതിയ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ, അബ്രാഹിമിന് ഇസ്ഹാക്കിൽ ജനിച്ച 12 ഗോത്രങ്ങളിൽ ജനിച്ച ഇസ്രായേൽ ജനം, നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ആർക്കെങ്കിലും ദൈവത്തോട് മത്സരിക്കാൻ പറ്റുമെങ്കിൽ, മത്സരിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചു നോക്കുക. ലോക ചരിത്രം, പ്രപഞ്ച സൃഷ്ടി മുതലുള്ള ചരിത്രം പരിശോധിച്ചാൽ ദൈവമാണ് ജയാളി. പുതിയ നിയമത്തിൽ കർത്താവ് യേശു ക്രിസ്തു വന്നു. കർത്താവ് പാപത്തെയും മരണത്തെയും സാത്താനെയും ജയിച്ച നമ്മൾ ദൈവവും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അതുകൊണ്ട് ജയം അത് ദൈവത്തിനുള്ളതാണ്. ദൈവം മാത്രമാണ് ശക്തൻ. നാം അശക്തരാണ്, നാം മനുഷ്യരാണ്, സൃഷ്ടിയാണ് എന്ന് ഓർത്തിരിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ നമുക്ക് 2 പ്രധാനപ്പെട്ട കൂട്ടങ്ങളെ തിരുവചനത്തിൽ നിന്ന് കാണാൻ പറ്റും. ഒന്ന്, ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ, എബ്രാഹിമിൻ്റെ യാക്കോബിൽ ജനിച്ച മക്കൾ, ഇസ്ഹാക്കിൽ ജനിച്ച, യാക്കോബിൽ 12 ഗോത്രങ്ങളിൽ ജനിച്ച ഇസ്രായേൽ ജനം. അവർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ഉടമ്പടികൾ, അവരുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടികൾ, അത് എപ്പോൾ കൊടുത്തു അന്ന് മുതൽ ഇന്ന് വരെ അത് നിലനിൽക്കുന്നതാണ്. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും മാറിപ്പോകത്തില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് നിത്യമായ വചനമാണ്. അത് ഒരിക്കലും മാറിപ്പോവുകയില്ല. അത് ദൈവം എങ്ങനെ ഉദ്ദേശിച്ചോ അതുപോലെ സംഭവിക്കും. ദൈവം എങ്ങനെ പറഞ്ഞുവോ അത് അതിൻ്റെ ഫലം കാണുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ദൈവം ഇസ്രായേലിനോട് ചെയ്ത വാഗ്ദത്തങ്ങൾ, ഉടമ്പടി എന്നും ഇന്നും നിലനിൽക്കുന്നു. അതിൽ നമുക്കറിയാം, ഇബ്രാഹിമായിട്ട് ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൻ്റെ 1 മുതലുള്ള 3 വരെയുള്ള വാക്യങ്ങൾ, ദൈവം അബ്രാഹിമിനെ വിളിച്ചു, അവന് വാഗ്ദാനങ്ങൾ കൊടുത്തു. 3 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ്. 1 സന്തതി, 2 ദേശം, 3 സാർവത്രിക അനുഗ്രഹങ്ങൾ. അതുമാത്രമല്ല, ദൈവം ദാവീദുമായിട്ടും ഉടമ്പടി ചെയ്തു. ദാവീദുമായിട്ട് ഉടമ്പടി, അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു നിത്യഗ്രഹം, ദാവീദിൻ്റെ പാരമ്പര്യം, അവൻ്റെ മക്കളും ഒരു സിംഹാസനവും ഒരു നിത്യരാജാവും. അപ്പോൾ നിത്യമായ ഗ്രഹം, നിത്യസിംഹാസനം, നിത്യരാജാവ്. ദൈവം ദാവീദിന് ആയിട്ട് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവം എബ്രാഹിമിന് കൊടുത്ത വാഗ്ദാനങ്ങൾ, ദൈവം എബ്രാഹിമായിട്ട് ചെയ്ത ഉടമ്പടികൾ, ദാവീദ് ആയിട്ട് ചെയ്ത ഉടമ്പടികൾ, അത് ഒരിക്കലും അത് സംഭവിക്കാതെ പോവുകയില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സഭയ്ക്ക് മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 18 വാക്യം എത്ര പ്രസക്തമായിരിക്കുന്നുവോ, എത്ര പ്രാധാന്യമുള്ളതാണ്, അതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിരഞ്ഞെടുപ്പും അവരെ സംബന്ധിച്ച ദൈവിക പദ്ധതിയും അത് മാറ്റമില്ലാത്തതാണ്. അത് ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിൻ്റെ 1 മുതലുള്ള 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം ഞാൻ വായിക്കുകയാണ്. യഹോവ അബ്രാഹിമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഇവിടെ യഹോവയായ ദൈവം ആണ് എബ്രാഹിമിനോട് സംസാരിക്കുന്നത്. നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും.
നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ വാക്യങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിലും അത് ഇന്ന് അതിന് സാധ്യതകളുണ്ട് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചും ദൈവത്തെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ഉള്ള കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ അത് ഈ 3-ാം വാക്യത്തിൽ പറയുന്ന പോലെ നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ 2 ശമൂവേലിൻ്റെ 2-ാം പുസ്തകം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഇത് ദൈവം ദാവീദുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. അപ്പോൾ നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, എന്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു? ദൈവത്തിൻ്റെ പ്രാധാന്യമാണ്. അവൻ സർവശക്തനായ നിത്യനായ ദൈവമാണ്. അവനെല്ലാം സാധ്യം, അവൻ്റെ ഹിതം നടക്കും. ഈ ദൈവമാണ് ഇവിടെ സംസാരിക്കുന്നത്. അവൻ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദിനോട് പ്രവാചകൻ വഴി പറയുകയാണ്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ, ഞാൻ നിൻ്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. ഇന്ന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥതയില്ലാത്തൊരു രാഷ്ട്രമാണ്. ലോകത്തിലുള്ള 192 രാഷ്ട്രങ്ങൾ അവർ ഇസ്രായേലിനെതിരാണ്. ഭൂരിഭാഗം വരുന്ന ക്രൈസ്തവ മതം, റോമൻ കത്തോലിക്ക സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, ആംഗ്ലിക്കൻ സഭ, ഇവരുടെ എല്ലാം എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇവരും ഇസ്രായേലിനെതിരാണ്. അങ്ങനെ ഇസ്രായേലിന് ഒരു സ്വസ്ഥതയില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. എന്നാൽ ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്ക് ഒരു ഗ്രഹം ഉണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. അവിടെ ഗ്രഹം, അതിൻ്റെ 12-ാം വാക്യത്തിൽ, നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിൻ്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിൻ്റെ പിതാക്കന്മാരുടെ കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പാക്കുകയും ചെയ്യും. അതിന് 13-ാം വാക്യം. അപ്പോൾ ഇവിടെ ഒരു സ്ഥിരപ്പെട്ട ഒരു രാജ്യത്വം ഉണ്ടാവും, അത് ഉറപ്പാക്കും. 13-ാം വാക്യത്തിൽ, അവൻ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. അതിൻ്റെ 14-ാം വാക്യം, ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. എങ്കിലും നിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗലിങ്കിൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. നിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനം എന്നേക്കും ഉറച്ചിരിക്കുന്നു. 16-ാം വാക്യം ശ്രദ്ധിച്ചാലും സർവശക്തനായ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഇവിടെ പറയുകയാണ്. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദാവീദിനോട് പ്രവാചകൻ വഴി ദൈവം പറയുകയാണ്, നിൻ്റെ ഗ്രഹവും ദാവീദിൻ്റെ ഗ്രഹവും നിൻ്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിൻ്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയാണ്. അപ്പോൾ അങ്ങനെ ദൈവം അബ്രാഹാമിനോട് ചെയ്ത വാഗ്ദാനങ്ങൾ 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെ, അതിൻ്റെ 15-ാം അധ്യായത്തിൽ 17-ാം അധ്യായത്തിൽ ദൈവം ഉടമ്പടി ചെയ്തു. ദൈവം ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉടമ്പടി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്മാറുകയില്ല. ദൈവം വിശ്വസ്തനാണ്, മാറ്റമില്ലാത്തവനാണ്, സത്യവാനാണ്. പറയുന്ന കാര്യങ്ങളോട് വിശ്വസ്തനായതുകൊണ്ട്, ദൈവം ഒരിക്കലും മാറാത്തതുകൊണ്ടും ഇത് നടക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ദൈവം കൽപ്പിച്ചു ഉറപ്പ് നൽകിയ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ, ഉടമ്പടികൾ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്
യെശയ്യാ പ്രവചനം 66 അതിൻ്റെ 22 വാക്യം നമ്മൾ വായിച്ചത്. ദൈവം ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമി എന്നേക്കും നിലനിൽക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ സന്ധി എന്നേക്കും നിലനിൽക്കും. ഇത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കരാറാണ്, ഒരു ഉടമ്പടിയാണ്, ഒരു വാഗ്ദാനമാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, ഇത് പഠിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായ എന്നെ സംബന്ധിച്ചിടത്തോളം, ബൈബിളിൽ ദൈവവചനം, ബൈബിൾ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനം ബൈബിളിലും ആണ് എന്നും അത് സ്ഥിരമാണ് എന്നും അത് വാസ്തവമാണെന്നും സത്യമാണെന്ന് വിശ്വസിക്കുന്ന എനിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങളാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം മത്തായി 16:18 ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 66 അധ്യായം 22 വാക്യവും. ഒരു വാക്യം കൂടി ഇസ്രായേലിനെ സംബന്ധിച്ച് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെരമ്യാ പ്രവചനം 33 അധ്യായം അതിൻ്റെ 25 26 വാക്യങ്ങൾ. യെരമ്യാ പ്രവചനം 33 അധ്യായം 25 26 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ യഹോവ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെങ്കിൽ ഈ യഹോവയുടെ പ്രസ്താവനകൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കും. എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം എന്തു പറയുന്നു അത് നമ്മളെ സംബന്ധിച്ചും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യെരമ്യാ പ്രവചനം 33 അധ്യായം അതിന് 25 26 വാക്യങ്ങൾ. പകലിനോടും രാത്രിയോടും ഉള്ള എൻ്റെ നിയമം നിലനിൽക്കുന്നുവെങ്കിൽ ഞാൻ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യവസ്ഥ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ യാക്കോബിൻ്റെയും എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതിയെ അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതിക്ക് അധിപതിമാരായിരിക്കാൻ അവൻ്റെ സന്തതിയിൽ നിന്ന് ഒരാളെ എടുക്കാതെ വണ്ണം തള്ളിക്കളയും. അവരുടെ പ്രവാസികളെ ഞാൻ മടക്കി വരുത്തുകയും അവർക്ക് കരുണ കാണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വ്യവസ്ഥ അത് ദൈവം നിശ്ചയിച്ച കാര്യങ്ങളാണ്. അതൊരിക്കലും മാറാൻ പോകുന്നില്ല. രാത്രി പകൽ, സീസൺസ്, വിളവ്, രാത്രി പകൽ, ഇതെല്ലാം ദൈവം നിശ്ചയിച്ച് അത് മാറാത്തതുപോലെ ദൈവം എബ്രാഹിമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികൾ, വാഗ്ദാനങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും. ഇതിനെതിരായിട്ട് ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു ശക്തി ഇത് സാധ്യമല്ല. ദൈവത്തിനെതിരായിട്ട് ചെയ്ത കാര്യങ്ങൾ സാത്താന് പോലും പറ്റത്തില്ല. കാരണം സാത്താനും ദൈവത്തിൻ്റെ സൃഷ്ടി മാത്രമാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തിലും ദൈവം പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ പദ്ധതിയും അവൻ്റെ 2 തിരഞ്ഞെടുപ്പ് ഇസ്രായേലിനും സഭയെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവും വിശ്വാസവും ആവശ്യമാണ്. അങ്ങനെ എന്നാൽ സഭ തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വേദപുസ്തകം പറയുന്ന പ്രമാണങ്ങൾ, ഉടമ്പടികൾ, വ്യവസ്ഥകൾ അത് എത്രയോ ശരിയാണ്. അതുമാത്രമല്ല, പുതിയ നിയമത്തിലും ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 11 അധ്യായം നമ്മൾ അല്പം അവിടെ പഠിച്ചിട്ടുള്ളതാണ്. റോമാലേഖനം 11 അധ്യായത്തിൽ കർത്താവ് യേശുക്രിസ്തു ഇസ്രായേലിനോട് വരും, അവർ എല്ലാവരും രക്ഷിക്കപ്പെടും, അവർ യഥാസ്ഥാനപ്പെടും. ഈ വാഗ്ദാനങ്ങൾ, അവരുടെ ദേശം, ദൈവം ഉദ്ദേശിച്ച ആ ബൗണ്ടറീസ്, അതിൻ്റെ അതിരുകളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടും. ഇസ്രായേൽ രാഷ്ട്രമായി മാറും. അവിടെ രാജാവായിട്ട് യേശുക്രിസ്തു വരുമെന്നുള്ള കാര്യങ്ങൾ നിശ്ചയമായി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഗുണകരമായിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ ചർച്ച് ഈ ബൈബിളിലേക്കും ഈ ബൈബിളിലെ ദൈവത്തിങ്കിലേക്കും ആ ബൈബിൾ പറയുന്ന കർത്താവ് യേശുക്രിസ്തുവിലേക്കും നിങ്ങളെ ഞങ്ങൾ ആകർഷിക്കുന്നത്. ഈ യേശുക്രിസ്തു ആരാണെന്ന്, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണത്. ദൈവത്തിൻ്റെ വെളിപ്പാടാണത്. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഇത് എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അതുകൊണ്ടാണ് ദൈവിക വെളിപ്പാടുകൾ, ദൈവത്തിൻ്റെ വെളിപ്പാടുകളുടെ പുസ്തകമാണ് തിരുവചനം എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും. എന്നാൽ സഭ തികച്ചും വ്യത്യസ്തമാണ്. മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 12 വാക്യം നമ്മൾ വായിച്ചു, എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും.
സഭ പണിയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് മനുഷ്യർ ഈ പത്രോസിൻ്റെ പേരിലും പറഞ്ഞ് ഇന്ന് എത്രയോ രാജാക്കന്മാരെ പോലെ ഭരിക്കുന്നവരാണ്. ഇതൊന്നും സഭയല്ല. തിരുവചനം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ, തിരുവചന അടിസ്ഥാനത്തിൽ ഇതിനൊരു ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുവെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള സഭ. അത് പണിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ജന്മനാലുള്ള ഒന്നല്ല. ഒരുവൻ ക്രിസ്ത്യാനിയായിത്തീരുന്നു വീണ്ടും ജനനത്താലാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. നമ്മുടെ എഫേസ്യ ലേഖനവും മറ്റ് കൊലോസ്യ ലേഖനവും ഫിലിപ്പിയ ലേഖനമൊക്കെ വായിക്കുമ്പോൾ, നടപടി പുസ്തകങ്ങൾ, അപ്പസ്തോലൻ്റെ പ്രവൃത്തികൾ വായിക്കുമ്പോൾ, അത് ചരിത്ര പുസ്തകമാണ്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ സഭ ഒരു പുതിയ സംരംഭമാണ്. അത് നേരത്തെ വെളിപ്പെടുത്താത്തതും എന്നാൽ പെന്തക്കോസ്ത് നാൾ മുതൽ അപ്പസ്തോലന്മാർ മുഖാന്തരം വെളിപ്പെട്ടതുമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഭ പണിയുന്നത് അതിൻ്റെ കേന്ദ്രബിന്ദുവായ സഭയുടെ തലയായ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് എന്ന് നാം ഓർത്തിരിക്കേണ്ട ആവശ്യം. നമുക്കറിയാം സഭയുടെ ആരംഭം അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36 തൊട്ട് 37 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. അന്ന് യഹൂദൻ മാത്രമാണ് പെന്തക്കോസ്ത് നാളിൽ അപ്പസ്തോലനായ പത്രോസ് പറഞ്ഞ ആ സുവിശേഷം അവർ അത് സ്വീകരിച്ചു. ദ റിസീവ്ഡ്. അങ്ങനെ റിസീവ് ചെയ്ത വ്യക്തികളാണ് ഈ സഭയോട് ചേർന്നത്. അതാണ് സഭ എന്ന് പറയുന്നത്. അത് യഹൂദന്മാർ മാത്രമായിരുന്നു. ആദ്യമസഭ മൊത്തത്തിൽ യഹൂദന്മാർ മാത്രമായിരുന്നു. അത് എൻ്റെയോ നിങ്ങളുടെയോ തീരുമാനമല്ല. യേശു ക്രിസ്തു തന്നെ പറഞ്ഞതാണ്, ആദ്യം യഹൂദയിലും, പിന്നെ ആദ്യം ജെറുസലേമിലും, പിന്നെ യഹൂദയിലും, പിന്നെ സമരിയയിലും, പിന്നെ ലോകമെമ്പാടും. അതുമാത്രമല്ല വേറെ വിവിധ ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ സുവിശേഷം ആദ്യം യഹൂദന്, പിന്നെയാണ് ജാതി യവനന്. ഇത് ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ്. അപ്പോൾ ദൈവത്തെ മാനിക്കുക, ദൈവവചനം മാനിക്കുക, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക, അനുഗ്രഹം കടക്കുക. ഇതാണ് ഞാനും ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനം. അതിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 36 തൊട്ട് 47 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാലും എങ്ങനെയാണ് സഭ ഉത്ഭവിക്കുന്നത്. 36-ാം വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവവും കർത്താവും ക്രിസ്തുവുമായി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹം ഒക്കെയും നിശ്ചയമേ അറിഞ്ഞുകൊള്ളട്ടെ. ഇത് വളരെ ശക്തമായ ഒരു ഉപദേശമാണ്. സഭയെ നമുക്ക് നിർവചിക്കണമെങ്കിൽ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവ്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമേ അറിഞ്ഞുകൊള്ളട്ടെ. എന്തുകൊണ്ട്? അവർ ക്രൂശിച്ച കർത്താവാണ് ലോകരക്ഷിതാവ്. ലോകരക്ഷിതാവ് എന്ന് പറയുമ്പോൾ യഹൂദിൻ്റെയും ജാതികളുടെയും രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വാസം മുഖാന്തരം സ്വീകരിച്ചവരാണ് സഭയുടെ അംഗങ്ങൾ. അല്ലാതെ നമ്മുടെ മാതാപിതാക്കൾ ഏത് മതത്തിൽ ജനിക്കുന്നുവോ ആ മതമല്ല. അങ്ങനെയല്ല വേദപുസ്തകനെ കാണുന്നത്. ഇന്നത്തെ റോമൻ കത്തോലിക്ക സഭയിലും ആംഗ്ലിക്കൻ സഭയിലും അതുപോലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലും എല്ലാം ഒരു പാരമ്പര്യവും ജന്മനാലുള്ള ക്രൈസ്തവ അതുകൊണ്ടാണ് അവരെക്കുറിച്ചെല്ലാം നമ്മൾ പറയുന്നത് ക്രിസ്തു മതമാണത്. എന്നാൽ വേദപുസ്തകത്തിലെ ക്രിസ്തീയത്വം നമുക്കറിയാം. അന്തോക്യയിലാണ് അവർ ആദ്യം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നത്. അവരെങ്ങനെയാണ് ക്രിസ്ത്യാനികളായി തീർന്നത് അത് നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് വാസ്തവമായിട്ടുള്ള ക്രൈസ്തവ സഭ ഉണ്ടാകുന്നത്. ആ സഭ എന്താണ് എന്നും അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും നാം മനസ്സിലാക്കുകയും ആ വിശ്വാസത്താൽ നമ്മളതിലേക്ക് പ്രവേശിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ ഓരോരുത്തരുടെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ അപ്പസ്തോലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമേ അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോട് ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരെ പുരുഷൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ.
എന്നാൽ പരിശുദ്ധാത്മ ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു അവരെ ബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ആരോട് ചേർന്നു? പത്രോസിനോട് ചേർന്നു. പത്രോസ് പറഞ്ഞ സാക്ഷ്യം. പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു പെന്തക്കോസ്ത് നാളിൽ. അങ്ങനെയാണ് സഭയോടുള്ള ബന്ധത്തിൽ നാം സഭയോട് ചേരുന്നത്. സഭ യേശു ക്രിസ്തുവിൻ ആണ്, അതിൻ്റെ ശരീരമാണ്, അതിൻ്റെ തല യേശു ക്രിസ്തുവാണ്, അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്, മെമ്പേഴ്സാണ് സഭ. നമ്മൾ ഓരോരുത്തരും, ചിലർ കണ്ണായിരിക്കാം, ചിലർ മൂക്കായിരിക്കാം, ചിലർ കൈയായിരിക്കും, കാലായിരിക്കാം. സഭ അവൻ്റെ ശരീരമാണ്. ഇങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യമായി സഭ ആരംഭിക്കുന്നത്. അത് മൊത്തത്തിൽ ഇസ്രായേൽ മാത്രമായിരുന്നു, യഹൂദന്മാർ മാത്രമായിരുന്നു. എന്നാൽ തുടർന്ന് ജാതികൾ സഭയിൽ ചേരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായമാണ്. അപ്പോൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ മുതൽ 10-ാം അധ്യായം വരുമ്പോൾ കുറച്ച് ദീർഘവർഷം, 2-3 വർഷം ആയിരിക്കാം എന്ന് കരുതുകയാണ്. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറഞ്ഞ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രോസിൻ്റെ വാക്യങ്ങളോട് പറഞ്ഞ സത്യത്തോട് ചേർന്നവരാണ് സഭ. അതിനുശേഷം ജാതികളിൽ നിന്ന് കർണോലിയസ് ആദ്യമായിട്ട് അവനും അവൻ്റെ കുടുംബവും ദൈവഭാഗത്തേക്ക് വരികയാണ്. അത് 10-ാം അധ്യായത്തിലാണ് നാം വായിക്കുന്നത്. അതിൻ്റെ 10-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ, അതിൻ്റെ 10-ാം അധ്യായം, അതിൻ്റെ ഞാൻ ഉദ്ദേശിക്കുന്ന 38 മുതൽ 43 വരെ വാക്യങ്ങൾ വായിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 38 മുതൽ 43 വരെ വാക്യങ്ങൾ ഞാനിതെല്ലാം വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നതിൻ്റെ കാരണം ഇതെന്താണ്, സഭ എന്താണ്, എന്നാണ് ആരംഭിച്ചത്, സഭയെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, നമ്മൾ അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ സമയം കളയുകയാണ്. ഇന്ന് പലരും ഈ റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസം, ആംഗ്ലിക്കൻ സഭയുടെ വിശ്വാസം, ഈസ്റ്റേൺ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസങ്ങളാണ്. അവരെല്ലാവരും തന്നെ ഇസ്രായേലിനെതിരാണ്. അവർ പഠിപ്പിക്കുന്നത് ഇസ്രായേൽ നിത്യമായി ദൈവം മാറ്റി ആ സ്ഥാനം സഭയ്ക്ക് കൊടുത്തു എന്നാണ്. അതുകൊണ്ട് അവർ ശത്രുക്കളാണ്, ദൈവത്തിൻ്റെയും ദൈവവചനത്തിൻ്റെയും ശത്രുക്കളാണ് എന്ന് പറയാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. അത് അങ്ങനെയാണ് ദൈവം പറയുന്നത്. ഇസ്രായേലിനെ ശപിക്കുന്നവരെ ദൈവം ശപിക്കും, ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവരെ അവരനുഗ്രഹിക്കും. അപ്പോൾ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളിച്ചു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് അബദ്ധമാണ്, അത് ശാപത്തിനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് ശരിയായിട്ട് സഭ എന്താണ് എന്ന്, ഇസ്രായേൽ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അങ്ങനെ അപ്പോസ്തലർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാകും ഞാൻ വിചാരിക്കണം. നസ്രായൻ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദ്യദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. ആരാണ് സാക്ഷികൾ? ഈ 11 അപ്പോസ്തലന്മാർ. അവർ കണ്ടതും കേട്ടതും തൊട്ടതുമായ സത്യമാണ് അത്. അവിടെ അങ്ങനെ പറയും, യഹൂദയിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിൽ ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ആരാണ് കൊന്നു? യഹൂദന്മാരും റോമാക്കാരും ചേർന്ന് അവനെ തൂക്കിക്കൊന്നു. അതിൽ നമ്മളുണ്ടായിരുന്നു, കാരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളും അതിൻ്റെ ഭാഗവാക്കുകളാണ്. എന്നാൽ പത്രോസ് പറയുകയാണ്, ഞങ്ങൾ അതിന് സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് കർത്താവ് യേശുക്രിസ്തു ആരാണ്? അവൻ്റെ ശുശ്രൂഷ എന്തായിരുന്നു? അവൻ മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായ അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ തിന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി. അതുകൊണ്ട് നമ്മൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ഇന്നത്തെ സഭാ ക്രിസ്തു മതത്തിൻ്റെ നേതാക്കന്മാർ പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്. പത്രോസും പൗലോസും യോഹന്നാനും അപ്പസ്തോലന്മാരും പറഞ്ഞ കാര്യങ്ങളിൽ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിലാണോ നാം വിശ്വസിക്കേണ്ടത്? നമ്മൾ ബൈബിളിൽ തന്നെ വിശ്വസിക്കണമെന്നുള്ളത് അത് നിഷ്പക്ഷമായി നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നത് അവനെ സാക്ഷികളെ അവൻ ആർക്കാണ് പ്രത്യക്ഷനായത്? ആരെയാണ് സാക്ഷികളായിട്ട് വെച്ചത്? അവനോട് തിന്നും കുടിച്ചും ആയ ഞങ്ങൾക്ക് തന്നെ
പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. ഇവൻ ആരാണ്, യേശുക്രിസ്തു ആരാണ്, എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നുള്ള കാര്യങ്ങളാണ് പ്രസംഗത്തിൻ്റെ വിഷയം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചവരാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ് സഭയുടെ അംഗങ്ങൾ. അവൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, ജന്മനാനല്ല ക്രിസ്ത്യാനികളാവുന്നത്. വെള്ളം തെളിച്ചുകൊണ്ട് ഒരാളും ക്രിസ്ത്യാനിയാവുന്നില്ല. വിശ്വാസമാണ് അത്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. അവൻ്റെ മരണവും അടക്കവും പുനരുദ്ധാനവും ഇതിന് സാക്ഷികളായ അപ്പസ്തോലന്മാരുടെ സാക്ഷ്യവും വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് സുവിശേഷം എന്നുള്ളത്. അതിൻ്റെ 43-ാം വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞു. ഇത് വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യം. ഒരു പാപിയായ മനുഷ്യൻ എന്നുള്ള നിലയിൽ പരിശുദ്ധനായ ദൈവമായിട്ടുള്ള ആ വലിയ അകലം അത് മാറ്റാനായിട്ട്, ദൈവയുടെ അനുരഞ്ജനം പ്രാപിക്കാനായിട്ട്, നിരപ്പ് പ്രാപിക്കാനായിട്ട് പാപമോചനം ആവശ്യമാണ്. ദൈവം പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് ഈ പരിശുദ്ധനായ ദൈവം എങ്ങനെയാണ് ഒരു പാപിയെ രക്ഷിക്കുന്നത്? അതിനുവേണ്ടി യേശുക്രിസ്തു ദൈവപുത്രൻ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് പാപത്തിന് പരിഹാരം വരുത്തി. അതുകൊണ്ട് അവനിലൂടെ, അവനുള്ള വിശ്വാസം വഴി നമുക്ക് ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കാം. അല്ലാതെ പറ്റത്തില്ല. പരിശുദ്ധനായ ദൈവത്തോട് അടുക്കണമെങ്കിൽ നമുക്ക് പാപമോചനം ലഭിക്കും. അതുകൊണ്ടാണ് തുടർന്നുള്ള ജീവിതം പ്രകാരമായിരിക്കണം. ഈ പരിശുദ്ധനായ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് പാപത്തിന് എന്താ സ്ഥാനം? ഇനി ഒരു സ്ഥാനവുമില്ല. നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടവർ തന്നെ ആയിരിക്കണം. അങ്ങനെ അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം, അതിൽ 3000 പേര് ഈ പ്രസംഗം കേട്ട് പത്രോസിനോട് ചേർന്ന് സഭയോട് ചേർന്നു. 10-ാം അധ്യായത്തിൽ, അപ്പോസ്തലർ 10-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് കൊർന്നേലിയോസും കുടുംബവും ഈ സുവിശേഷം കേട്ട്, അതും അവിടെയും പത്രോസ് സന്നിഹിതനാണ്, അവനെയാണ് ദൈവം അയക്കുന്നത്. അങ്ങനെ ജാതികളും സഭയോട് ചേരുകയാണ്. അങ്ങനെ സഭ എന്ന് പറയുമ്പോൾ ജാതികളും യഹൂദന്മാരും ജാതികളും ചേർന്ന ഒരു പുതിയ ഒരു സംരംഭമാണ് സഭ എന്നുള്ളത്. അത് ഇസ്രായേലിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. നമുക്കൊരു അരമണിക്കൂറത്തെ ക്ലാസ് കൊണ്ട് ഇത് മൊത്തമായിട്ട് പഠിക്കാൻ അസാധ്യമാണ്. ദീർഘനാളത്തെ പഠനം ഇതിനാവശ്യമാണ്. എന്നാൽ അതിനൊരു മുഖവുര മാത്രമാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ സഭ അപ്പോസ്തലർ 2-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നു. ജാതികൾ സഭയിൽ ചേരുന്നത് 10-ാം അധ്യായത്തിലാണ്. അതിനുശേഷം നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച് മനസ്സിലാക്കിയാൽ അതിൽ ഈ സഭ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം, അത് ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാനതിനെന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചർച്ച് എന്നുള്ള ആ വാക്ക്, എക്ലീസിയ എന്ന വാക്ക് എത്ര പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തികളിൽ ഉണ്ട്. അതിൽ ചില ഭേദഭാഗങ്ങളെങ്കിലും വായിച്ച് അത് സഭയെക്കുറിച്ച് എന്താണ് പറയുന്നത്, അത് ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമാണോ എന്ന് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം, ബൈബിൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് അതിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. സഭയുടെ പ്രത്യേകതകൾ അപ്പോസ്തലർ 5-ാം അധ്യായത്തിൽ നമുക്കറിയാം. 2-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അവരോട് ചേർന്നവർ അവരെല്ലാം സ്വന്തമായിട്ട് എല്ലാം ഒന്നായിട്ട് കണക്കാക്കി കണ്ടു, എണ്ണി, അവരുടെ സ്വന്തമൊക്കെ വിറ്റ് അവർ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. അങ്ങനെയാണ് അവർ സഭയുടെ ആരംഭം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. അങ്ങനെയാണ്. എന്നാൽ അതിൽ അനന്യാസും അതിൻ്റെ ഭാര്യയും അവർ ചില കളവ് കാണിച്ചു. അതിന് 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, അതിന് 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ അനന്യാസും ഭാര്യയും ഈ കള്ളം കാണിച്ചതുകൊണ്ട്, അത് പരിശുദ്ധാത്മാവിനോട് നുണ പറഞ്ഞു എന്ന് ഉള്ള കാരണം കൊണ്ട് ദേ ആർ ഡ്രോപ്പ് ഡെഡ്, അവർ മരിച്ചു പോവുകയാണ്. ഇത് കണ്ട ഒരു മഹാഭയം സഭയ്ക്കുണ്ടായി. ആർക്കാണ് ഉണ്ടായത്? സഭയ്ക്കാണ് ഉണ്ടായത്. അപ്പോൾ സഭ ഇസ്രായേലാണോ? അല്ല, ഇസ്രായേലിൽ നിന്ന് വിശ്വസിച്ചവരുമുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ കാര്യങ്ങളുമായിട്ട് വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അതിനകത്ത്
അതിൻ്റെ 9-ാം വാക്യം 5-ാം അധ്യായം 9. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പിക്കാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിൻ്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്ത് വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. അപ്പോഴെന്തുണ്ടായത്? സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയമുണ്ടായി. അതുകൊണ്ട് സഭയിലെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മഹാഭയഭക്തിയോട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ സഭയാണ്, ദൈവം പണിയുന്ന സഭയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും അപ്പസ്തോല പ്രവൃത്തികളിൽ 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പസ്തോലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ ശമര്യകളിലേക്ക് ചിതറിപ്പോയി. ഈ സഭ നിമിത്തം ഒരുപാട് എതിർപ്പുകൾ ഇസ്രായേലിലുണ്ടായി. അത് കൂടുതലും വന്നത് ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ, പുരോഹിതന്മാരിൽ നിന്നും പരീശന്മാരിൽ നിന്നൊക്കെയാണ്. അതിലൊരാളായിരുന്നു നമ്മുടെ അപ്പസ്തോലനായ പൗലോസ്. അവിടെ സഭയ്ക്ക് വലിയ ഉപദ്രവം കേട്ടു. അപ്പോൾ ഈ സഭ എന്ന് പറയുന്നൊരു പുതിയൊരു എൻറ്റൈറ്റി, ഒരു പുതിയൊരു സംരംഭമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ഈ വാക്യങ്ങൾ വായിക്കുകയാണ്. അത് ഇസ്രായേലല്ല, അത് സഭ പുതിയ ഒരു സംരംഭമാണ്. അതുപോലെ തന്നെ 9-ാം അധ്യായത്തിൻ്റെ അവിടെ പറഞ്ഞിരിക്കുന്ന സഭയ്ക്ക് വലിയ ഉപദ്രവം ഉണ്ടായി. അതിൻ്റെ 3-ാം വാക്യത്തിൽ സഭയെ മുടിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു പൗലോസ് അപ്പസ്തോലൻ. 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ച് ഇഴച്ച് തടവിലേൽപ്പിച്ച് കൊണ്ട് സഭയെ മുടിച്ചു പോന്നു. അപ്പോൾ ഇതാരെയാണ്? ഇസ്രായേലിനെയാണ്. ഈ പൗലോസ് അപ്പസ്തോലൻ ഉപദ്രവിച്ചതും മുടിച്ചതും അത് ഇസ്രായേലിനെയാണോ? അല്ല, വേറൊരു പുതിയ ദൈവത്തിൻ്റെ സംരംഭമാണ്. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മുന്നോട്ട് വന്ന, അപ്പസ്തോലന്മാരുടെ പ്രസംഗം കേട്ട് മുന്നോട്ട് വന്ന അവരെയാണ് ഉപദ്രവിച്ചതും മുടിച്ചു കളഞ്ഞതും. 9-ാം അധ്യായത്തിൽ നമുക്കറിയാം സഭയ്ക്ക് സമാധാനമുണ്ടായി. 9-ാം അധ്യായം നമുക്കറിയാം, അവിടെയാണ് പൗലോസിൻ്റെ മാനസാന്തരം. ഈ മാനസാന്തരത്തിന് ശേഷം ഒരുപാട് സമാധാനമുണ്ടായി എന്ന് 9-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ സഭ എന്നുള്ളത് ഒരു വ്യത്യസ്ത ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇസ്രായേലോട്ട് വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ആരംഭവും എല്ലാം തന്നെ ഇസ്രായേലിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 11-ാം അധ്യായത്തിൽ യെരൂശലേമിലെ സഭ, 11-ാം അധ്യായത്തിൽ അവിടെ ഈ സഭയെക്കുറിച്ച് പറഞ്ഞ് യെരൂശലേമിലെ സഭ, പിന്നെ നമ്മൾ അന്ത്യോക്യയിലെ സഭ, എഫേസ്യൂസിലെ സഭ, വിവിധ സ്ഥലങ്ങളിലുള്ള സഭകൾ. അങ്ങനെയാണ് സഭയെ ദൈവവചനം പറയുന്നത്. അതിനുശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാം അധ്യായം യെരൂശലേമിലെ സഭ, 26-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ 11-ാം അധ്യായം 26 സമ്മേളനം. ഈ സഭ സമ്മേളിച്ചു, കോൺഗ്രിഗേറ്റിംഗ് സഭായോഗങ്ങൾ, അവിടെ പഠിപ്പിക്കൽ, ക്രിസ്ത്യാനികളിൽ നിന്ന് വിളിക്കപ്പെട്ടു. ഇതെല്ലാം 11-ാം അധ്യായത്തിലാണ്. അപ്പോൾ ഇതൊരു പുതിയ ഒരു ദൈവത്തിൻ്റെ സംരംഭമാണ്, ഒരു കൂട്ടമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷമായ ഒരു കാര്യമാണ്. അതിനുശേഷം 12-ാം അധ്യായത്തിൽ ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിച്ചു, കുറേ കൊന്നു. ഹെരോദാവ് അദ്ദേഹം യഹൂദയുടെ രാജാവായിരുന്നു അന്ന്. അദ്ദേഹം കൊന്നു. ആരെയാണ് കൊന്നത്? യഹൂദന്മാരെയാണോ? അല്ല, ഈ പുതിയ സംരംഭത്തെ, അത് വിശ്വാസത്തിലൂടെ മുന്നോട്ട് വന്നവരെ, യഹൂദന്മാർ ക്രൂശിച്ച ആ ക്രിസ്തുവിനെ മശിഹായിട്ട് വിശ്വസിച്ചവർ, കർത്താവും ക്രിസ്തുവുമായിട്ട് വിശ്വസിച്ചവരെ അവർ വലിയ പീഡനങ്ങളിലേക്ക് കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ സഭ പത്രോസിനായി പ്രാർത്ഥിച്ചു. ഈ ഹെരോദാവിൻ്റെ കാലത്ത് എന്ത് ചെയ്തു? അവനെ ജയിലിലാക്കി പത്രോസിനെ. അപ്പോൾ സഭ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് സഭ വളരെ വ്യത്യസ്തമാണ് എന്ന് ആദ്യമേ തുടക്കത്തിൽ തന്നെ അവർ വ്യത്യസ്തമായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുശേഷം 13-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ സഭ, ജെറുസലേമിൽ സഭ, അന്ത്യോക്യയിൽ സഭ, അവിടെയൊക്കെ സഭകൾ എങ്ങനെയുണ്ടായത്? ഈ അപ്പസ്തോലന്മാരുടെ പ്രസംഗം മൂലം. ആദ്യത്തെ ഒരു നൂറ്റാണ്ട് അപ്പസ്തോലന്മാർ ജീവിച്ചിരുന്ന കാലത്ത്
അവർ മുഖാന്തരം മാത്രമാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. ഓരോ സ്ഥലങ്ങളിൽ പത്രോസും പൗലോസും എല്ലാം പോയി അവിടെ പ്രസംഗിച്ച് അവിടെ സഭകൾ ഉണ്ടായി. അതുപോലെ തന്നെ 14-ാം അധ്യായത്തിൽ അതിൻ്റെ 21 അവർ സഭകൾ തോറും ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. അപ്പോൾ പുതിയൊരു ഭരണരീതി സഭയിൽ തുടങ്ങുകയാണ്. മുമ്പേ നമ്മൾ വായിച്ചതുപോലെ അവർ കൂടി വന്നു, ഉപദേശങ്ങൾ സ്വീകരിച്ചു, അവർ പ്രാർത്ഥിച്ചു. ഇവിടെ പിന്നെ അവരുടെ സഭാ ഭരണരീതിക്ക് വേണ്ടി അവരെ മൂപ്പന്മാരെയും ഒക്കെ ശ്രേഷ്ഠന്മാരെ നിയമിച്ച് പ്രാർത്ഥനയോട് ഉപവാസത്തോടും കൂടെ അവരെ തങ്ങൾ വിശ്വസിച്ച കർത്താവിന് സമർപ്പിച്ചു. തങ്ങൾ വിശ്വസിച്ച കർത്താവ് അതാരാണ്? കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. യഹൂദന്മാർ ക്രൂശിച്ച മശിഹായെ അവർ മശിഹായും കർത്താവുമായിട്ട് വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ചവരാണ് ഈ സഭ കൂടിവരവ് എന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ 27-ാം അധ്യായത്തിൽ അന്ത്യോക്യയിൽ 27 അവർ അവിടെ എത്തിയപ്പോൾ സഭയെ വിളിച്ചുകൂട്ടി താൻ മുഖാന്തരം ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചു എന്ന് വിദ്യാധികർക്ക് വിശ്വാസത്തിൻ്റെ വാതിൽ അവിടെ നിന്ന് എങ്ങനെ തുറന്നു കൊടുത്തു എന്ന് വിശദീകരിച്ചു. സഭകളിൽ നടക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ സഭയിലാണ് അത് അവതരിപ്പിച്ചത്. സഭ അപ്പോൾ അതുകൊണ്ട് സഭ ഒരു ആരംഭമാണ്. അത് ഇസ്രായേലിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 15-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാം അധ്യായം സഭയുടെ നിർദ്ദേശമനുസരിച്ച് യാത്ര ചെയ്ത് അവർ വിജാതിയരുടെ മാനസാന്തര വാർത്ത വിവരിച്ച് കേൾപ്പിച്ചുകൊണ്ട് ഫിനീഷ്യ, സമരിയ എന്നിവിടങ്ങളിൽ കടന്നുപോയി. നമുക്കറിയാം 15-ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ജെറുസലേം കൗൺസിൽ നടന്ന ആ അധ്യായത്തിലാണ്. ഏകദേശം AD 45 നടന്നൊരു കാര്യമാണ്. ഇതൊക്കെ ചരിത്ര വസ്തുതകളാണ്. AD 45 എൻ്റെ ഓർമ്മ, ചിലപ്പോൾ AD 45-50 ആയിരിക്കാം എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ. സംഭവിച്ച കാര്യമാണ്. അപ്പോസ്തലന്മാർ കൂടി ജാതികൾ വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോൾ, സഭയിലേക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ 15-ാം അധ്യായത്തിൽ അവർ അതിനെക്കുറിച്ച് വളരെ ശക്തമായ ഒരു തർക്കം തന്നെ ഉണ്ടായി. കാരണം ഈ അപ്പോസ്തലന്മാർ എല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ യഹൂദ പാരമ്പര്യവും പുതിയ വെളിപ്പാടുകളും തമ്മിൽ എങ്ങനെയാണ് ജാതികളെ ഇതിനോട് യോജിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു പ്രശ്നങ്ങൾ. അത് നല്ലൊരു തീരുമാനമെടുക്കാനായിട്ട് നമുക്കറിയാം യാക്കോബ്, അതിന് വലിയ ജെയിംസ് നല്ലൊരു സ്ഥാനം വഹിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു യെരുശലേമിൽ നടന്ന അപ്പോസ്തലന്മാരുടെ യോഗം, അതിൽ നല്ല തീരുമാനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം, ഇസ്രായേലും സഭയും തമ്മിൽ അടിസ്ഥാനമായി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകാരവും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരവും വ്യത്യസ്തമാണ്. നാം സഭയാണ്. എന്നാൽ ഈ സഭ ഇസ്രായേലുള്ള ബന്ധം എങ്ങനെയാണ്? ഈ ഇസ്രായേലിൻ്റെ മശിഹ വഴിയാണ്. എന്നാൽ ഈ ഇസ്രായേലിന്, ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് എതിരായിട്ടാണ് ഇന്ന് ക്രിസ്തു മതവും ലോകരാഷ്ട്രങ്ങളും പ്രവർത്തിക്കുന്നത്. ഇത് വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് ഈ ദൈവത്തെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി, ഇസ്രായേൽ എന്ത്, സഭ എന്ത്, സഭയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്നാണ്. തീർച്ചയായിട്ടും നമ്മളോട് ജെറുസലേമിൻ്റെ സമാധാനം പ്രാർത്ഥിക്കാൻ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു ഭൂരിഭാഗം ലോക ജനതയും, അതിൽ പ്രത്യേകിച്ച് ക്രിസ്തു മതം, ഞാൻ ഈ പറഞ്ഞ ചില പേരുകളെടുത്ത് പറഞ്ഞല്ലോ, അവരെല്ലാം ഈ ഇസ്രായേലിനെതിരാണ്. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വരാൻ പോകുന്നത് ദൈവം ന്യായം വിധിക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞു ഇവനാണ്, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു ഇവനാണ്, ഈ നിങ്ങൾ ക്രൂശിച്ച ഈ കർത്താവാണ് ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നത്. അവൻ ന്യായാധിപനാണ്. അവൻ ആ ഒരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ തീരുമാനങ്ങൾ ഈ കർത്താവിൽ വിശ്വസിക്കുവാനും ഈ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ദൈവവചനത്തിലേക്ക് തിരിയുവാനും അത് വിശ്വസിച്ച് സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അവരനുഗ്രഹിക്കുന്നതുമായി തീരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം, പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, കേൾപ്പിച്ച ദൈവവചനത്തിന് നന്ദി പറയുന്നു. കേട്ട വചനം വിശ്വാസമായി പരിണമിക്കാൻ തക്കവണ്ണം അവിടുന്ന് കൃപയേകണമേ എന്ന് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.
നന്ദി. താങ്ക് യു വെരി മച്ച്.